ഈശോയിൽ സ്നേഹമുള്ളവരെ, കരഞ്ഞ് കലങ്ങിയ കണ്ണുമായിട്ട് ശവമഞ്ചത്തോട് ചേർന്ന് നടക്കണ ഒരമ്മ. ഇനി അമ്മയ്ക്ക് പ്രതീക്ഷിക്കാനായിട്ട് ഒന്നുമില്ല. കാരണം അവൾ ഒരു വിധവയാണ്. വർഷങ്ങൾക്ക് മുമ്പേ അവളുടെ ബലമെന്ന് കരുതിയവൻ അവൾക്ക് നഷ്ടപ്പെട്ടു. പിന്നീടുള്ളത് ഏക ആശ്രയമായ തൻ്റെ മകൻ മാത്രമാണ്. ആ വീടിൻ്റെ അന്നദാതാവാണ് ആ മകൻ. ആ മകൻ മാത്രമായിരുന്നു അമ്മയുടെ ഏക പ്രതീക്ഷ, സ്വപ്നം. ആ മകനും അകാലത്തിൽ മരണമടഞ്ഞു. ഇപ്രകാരം ജീവിതം മുഴുവനും തകർക്കപ്പെട്ട ഒരുവൾ ഇനി എന്നുപോലും അറിയാതെ നിരാശയോടെ ശവമഞ്ചത്തോട് ചേർന്ന് നടക്കുന്ന ഈ അമ്മയെ കണ്ടപ്പോൾ എതിർവശത്തുകൂടെ വരുന്ന കർത്താവ് ഒരാൾ പോലും ആവശ്യപ്പെടുന്നില്ല അമ്മയെ ഒന്ന് ആശ്വസിപ്പിക്കാൻ, ആ മരിച്ചുപോയ മകന് ജീവൻ കൊടുക്കാൻ. കർത്താവ് നേരെ അവളുടെ അരികിലേക്ക് ചെന്നിട്ട് പറയുക, കരയേണ്ട. ഇങ്ങനെയുള്ള ഒരു കോണ്ടെക്സ്റ്റിൽ അധികമൊന്നും ആരും പറയണ്ട. ഒരു മരിച്ചവൻ്റെ വീട്ടിലെ സങ്കട നേരങ്ങളിൽ ചെന്ന് വലിയ പ്രസംഗമൊന്നും പറയണ്ട എന്ന് കർത്താവ് കാണിച്ചു തരിക. ഒരൊറ്റ കാര്യമുണ്ട്, ഒരൊറ്റ വാക്കേ പറയുന്നുള്ളൂ, കരയേണ്ട. ഒരു പക്ഷേ കർത്താവ് അവൾ ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ടുണ്ടാകാം. എന്നിട്ട് പറഞ്ഞാണ് കരയേണ്ട. എന്നിട്ട് ആ മകൻ്റെ ശവമഞ്ചം വഹിച്ചിരുന്നവരുടെ മുന്നിലേക്ക് കയറി നിന്ന് ആ മകനെ ഒന്നിങ്ങനെ തൊട്ടു. യഹൂദരുടെ നിയമം അനുസരിച്ച് മരിച്ചവനെ തൊട്ടാൽ തൊട്ടവൻ അശുദ്ധന്. 7 ദിവസം അവൻ സമൂഹത്തിൻ്റെ വെളിയിൽ നിൽക്കണം, കൂട്ടായ്മയിലേക്ക് കടന്നു വരാനായിട്ട് പാടില്ല. ഇതാണ് നിയമം. എന്നിട്ടും കർത്താവ് ആ മരിച്ചവനെ തൊട്ടു എന്നുള്ളതാണ്. എന്നിട്ട് അവനോട് പറയുക, യുവാവേ എഴുന്നേൽക്കുക. ആ ക്ഷണത്തിൽ മരിച്ചവൻ ജീവനിലേക്ക് ഉയർത്തെഴുന്നേറ്റു. ലൂക്കാസ് സുവിശേഷകൻ ഇത് പറഞ്ഞു വയ്ക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, ലൂക്കാസ് സുവിശേഷകൻ്റെ ഒരു പ്രത്യേകത മരിച്ചവൻ മാത്രമല്ല, ഇങ്ങനെ മൃതരായ അവസ്ഥയിൽ കഴിയുന്ന പലരെയും ഇങ്ങനൊന്ന് തൊടാനായിട്ട് പറ്റണം. ലൂക്കായുടെ സുവിശേഷം 15-ാം അധ്യായത്തിലെ ഇപ്രകാരം മരിച്ചുപോയൊരു മകനുണ്ട്. അപ്പൻ ഇങ്ങനെയാ പറയുന്നത്. ഈ ചേട്ടൻ വന്നിട്ട് പറയുന്നുണ്ട്, എന്തുകൊണ്ടാണ് ഇവൻ ഇത്രയും വലിയ ഒരു വിരുന്ന് ആഘോഷിച്ച് ഇവൻ്റെ തിരിച്ചു വരവ് കൊണ്ടാടുന്നത്? അപ്പോൾ അപ്പൻ അവനോട് പറയുന്ന ഇങ്ങനെയാ, എൻ്റെ ഈ മകൻ മൃതനായിരുന്നു, മരിച്ചവനായിരുന്നു, അവനിപ്പോൾ ജീവിച്ചിരിക്കുന്നു. എനിക്ക് നഷ്ടപ്പെട്ടിരുന്നു, അവനെ എനിക്ക് തിരിച്ച് കിട്ടിയിരിക്കുന്നു. അപ്പോൾ മരിച്ചവർ എന്നതുകൊണ്ട് ലൂക്കാസ് സുവിശേഷകൻ അർത്ഥമാക്കുന്നത് തന്നെ ജീവൻ നഷ്ടപ്പെട്ട അവസ്ഥയ്ക്ക് ഇതുകൂടെ കാരണമാണ്. സ്നേഹം നഷ്ടപ്പെടുമ്പോൾ ഒരുവൻ മരിച്ചവന് തുല്യനായിട്ട് മാറും. സ്നേഹത്തിൻ്റെ ഭവനം വിട്ട് ഇറങ്ങിപ്പോകുന്ന മക്കളൊക്കെ മരിച്ചവർക്ക് തുല്യരാണ്. ഇപ്രകാരമുള്ള ഈ ഒരു കോണ്ടെക്സ്റ്റിൽ ഇതാ ജീവൻ തന്നെ നഷ്ടപ്പെട്ടു പോയ ഒരു മകനെ കർത്താവ് ഇങ്ങനെ ജീവനിലേക്ക് കൈപിടിച്ചുയർത്തുക. അതിൻ്റെ അർത്ഥം എന്താ? മരണത്തിൻ്റെ മേലും ജീവൻ്റെ മേലും അധികാരമുള്ളവനാണ് നിൻ്റെ ദൈവമായ കർത്താവെന്ന് നീ അറിയുക, വിശ്വസിക്കുക. ജീവിതത്തിൻ്റെ അസാധ്യം എന്ന് കരുതുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് മരിച്ച ഒരുവന് ജീവൻ കൊടുക്കുക എന്നുള്ളത്. സയൻസിന് സാധ്യമല്ലാത്ത കാര്യം. സാധിക്കുന്ന ഒരുവൻ മാത്രം, അത് നിൻ്റെ ദൈവമായ കർത്താവ്. അതുകൊണ്ട് ജീവിതത്തിൻ്റെ പ്രശ്നങ്ങൾ അത് നിന്നെക്കൊണ്ട് തീർക്കാൻ കഴിയുന്നതല്ല എന്ന് നിനക്കറിയാമെങ്കിലും ഈ പ്രശ്നപരിഹാരകനായ ദൈവം നിൻ്റെ കൂടെയുണ്ടെങ്കിൽ എത്ര വലിയ പ്രശ്നം, മരണം പോലും അത് ഉയർത്തെഴുന്നേൽപ്പിൻ്റെ സുവിശേഷമാക്കി അവൻ മാറ്റും. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, ഒരമ്മയുടെ കണ്ണുനീര് കാണുമ്പോൾ ഞാൻ കരുതുന്നു ഒരു പക്ഷേ ക്രിസ്തു തന്നെ കണ്ടത് തൻ്റെ അമ്മയെ ആയിരിക്കാം. ഏതാനും ദിവസങ്ങൾ കഴിയുമ്പോൾ എൻ്റെ അമ്മയും ഇതേ അവസ്ഥയിലൂടെ കടന്നു പോകും, അതുറപ്പാണ്. അവളുടെ ഭർത്താവ് മരിച്ചിട്ട് നാളുകളായി. ഇനിയുള്ളത് തൻ്റെ ഈ മകന്. ഏതാനും ദിവസങ്ങൾ കഴിയുമ്പോൾ
കാൽവരിയിൽ ഉയർത്തപ്പെടുന്ന കുരിശിൽ തൻ്റെ ഈ മകൻ പ്രാണൻ വെടിയുന്നത് നോക്കി നിൽക്കേണ്ടി വരുന്ന ഒരവസ്ഥ തൻ്റെ അമ്മ മേരിയിൽ ഈ മകൻ കണ്ടു കാണും. അത് തന്നെയാ ആ ശവമഞ്ചത്തെ അനുഗമിക്കുന്ന സ്ത്രീയെ കണ്ടപ്പോൾ ക്രിസ്തു അവളുടെ അരികിലേക്ക് ചെന്നിട്ട് ആശ്വസിപ്പിക്കുന്നേ, കരയേണ്ട എന്ന് പറഞ്ഞുകൊണ്ട്. എൻ്റെ പ്രിയപ്പെട്ടൊരു പ്രകാരം ജീവിതത്തിൻ്റെ കൈപ്പേറിയ നൊമ്പര വഴികളിലൂടെ കടന്നു പോകുന്നവർക്ക് ഒന്ന് ചേർത്ത് പിടിച്ചിട്ട് കരയേണ്ട എന്ന് പറഞ്ഞാൽ മതി. മരിച്ചവർക്ക് ഇന്നും ജീവൻ്റെ സുവിശേഷമായി നമ്മൾ മാറും.